രാജ്യത്തെ രണ്ടാമത്തെ വലിയ ബാങ്കായ ICICI ബാങ്ക് മിനിമം ബാലൻസ് 50,000 രൂപയാക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നു. ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 50,000 രൂപ മിനിമം ബാലൻസ്. അത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് യഥേഷ്ടം പിഴ ഈടാക്കാൻ കഴിയുന്നൊരു സിസ്റ്റം അവർ കൊണ്ടുവരുന്നു. മിക്ക ബാങ്കുകളുടെയും പ്രൈവറ്റ് ബാങ്കുകളുടെയൊക്കെ തന്നെ ഇപ്പോൾ HDFC ആണെങ്കിലും ആക്സിസ് ബാങ്ക് ആണെങ്കിലും അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ തന്നെ 10,000-ഉം 5,000-ഉം 15,000-ഉം ഒക്കെ മിനിമം ബാലൻസ് ഈടാക്കുന്ന സിസ്റ്റമാണ് പലയിടത്തും ഉള്ളത്. കോർപ്പറേഷൻ ഏരിയയിൽ ഇത്ര, ഗ്രാമപ്രദേശങ്ങളിൽ ഇത്ര, മുനിസിപ്പാലിറ്റികളിൽ ഇത്ര, അങ്ങനെ അവർക്ക് തോന്നുന്ന വിധം കസ്റ്റമേഴ്സിനെ പിഴിയുന്ന രീതിയാണ് പലപ്പോഴും കണ്ടുവരുന്നത്. മിനിമം ബാലൻസ് താഴ്ന്നു പോയി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അവരുടെ ബാങ്കിൽ കിടക്കുന്ന പൈസ അവർ വലിച്ചെടുക്കുന്ന സിസ്റ്റം. ഇതിൽ അവർക്ക് ബാങ്കുകളുടെ തോന്നിയാസാണ് പലയിടത്തും നടക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലെ തന്നെ പൊതുമേഖലാ ബാങ്കുകളൊക്കെ ഇപ്പോൾ SBI ഒക്കെ മിനിമം ബാലൻസ് സിസ്റ്റം തന്നെ ഉപേക്ഷിച്ച ഒരു മിനിമം ബാലൻസ് വേണ്ട, അതിൽ പിഴ ഈടാക്കില്ല എന്നൊക്കെ ഒരു വാർത്ത പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നില്ല, മിനിമം ബാലൻസ് SBI ഈടാക്കുന്നില്ല എന്നാണ് അറിവ്. എന്നാൽ അപ്പോൾ തന്നെ ഈ ഫെഡറൽ ബാങ്ക് ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോലുള്ള ബാങ്കുകൾക്കൊക്കെ ആണെങ്കിലും 1,000 രൂപയോളം മിനിമം ബാലൻസ് നിലനിൽക്കുകയുമുണ്ട്. ഇത് താഴ്ന്നു പോയി കഴിഞ്ഞാൽ പലപ്പോഴും ബാങ്ക് 3 മാസം കൂടുമ്പോഴൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത തുക കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന പ്രവണതയുണ്ട്. അത് തന്നെയുമല്ല, സർവീസ് ചാർജായിട്ടും മെസ്സേജ് വരുന്നതിൻ്റെ പേരിലുമൊക്കെ ATMൽ കൂടുതൽ 5 ട്രാൻസാക്ഷനിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ പേരിലുള്ള ഈടാക്കുന്ന പൈസ, അതുപോലെ മെസ്സേജ് വരുന്നതിൻ്റെ പേരിൽ ഈടാക്കുന്ന പൈസ, ഇങ്ങനെയൊക്കെ പലപ്പോഴായി ബാങ്കുകൾ സാധാരണക്കാരനെ പിഴിഞ്ഞ് കസ്റ്റമേഴ്സിനെ പിഴിയുന്നൊരവസ്ഥയുണ്ട്. ഇതിൽ ഏറ്റവും വലിയ രസകരമായി തോന്നുന്നൊരു വസ്തുത എന്ന് പറഞ്ഞാൽ, ഈ സർക്കാർ പെൻഷൻ കൊടുക്കുന്ന മാസം ക്ഷേമ പെൻഷനായി 1,600 രൂപയൊക്കെ കൊടുക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു ദാക്ഷിണ്യവും കൂടാതെ, അവർക്ക് ആ തുക മാത്രമായിരിക്കും ബാങ്കിലുള്ളത്. അവർക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് സൂക്ഷിക്കാനും പറ്റില്ല. അവരുടെ മരുന്ന് വാങ്ങാനും കണ്ട ആവശ്യങ്ങൾക്കൊക്കെ അവർക്ക് വേണ്ടി സഹായം എന്ന നിലയിൽ സർക്കാർ കൊടുക്കുന്ന ചെറിയ തുകയാണ്. അതിൽ നിന്ന് വരെ പിടിച്ചുകൊണ്ട് പോകുന്ന ബാങ്കുകളുണ്ട്. എത്ര ക്രൂരമായിട്ടാണ് ചില ബാങ്കുകൾ ഈ പാവപ്പെട്ട മനുഷ്യരോട് പെരുമാറുന്നത്. നമുക്ക് തന്നെ കഷ്ടം തോന്നിപ്പോയി ബാങ്കുകൾ കാണിക്കുന്ന നിർദാക്ഷിണ്യം, ഒരു ദയയുമില്ലാത്ത കഴുത്തറക്കുന്ന രീതിയിലുള്ള നടപടി കാണുമ്പോൾ. വെറും പാവപ്പെട്ട ആളുകൾ, അവർക്ക് വേറെ വരുമാനമില്ല, വൃദ്ധരായ ആളുകളൊക്കെ ആയിരിക്കും, ആരും തിരിഞ്ഞു നോക്കാൻ പോലും ഇല്ലാത്ത ആളുകൾക്ക് സർക്കാർ കൊടുക്കുന്ന ചെറിയ തുക, ആ തുക വരെ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ കട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ചില ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകൾക്കൊക്കെ ഒന്നും യാതൊരു നടപടിയും സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അവരുടെ തോന്നിയവാസത്തിന് വിട്ടിരിക്കുകയാണ് പലപ്പോഴും എന്ന് തോന്നിപ്പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണുമ്പോൾ.